നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിന്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവ ചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കും. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. റീസ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ആർദ്രമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യണം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹാർട്ട്ഫുൾനെസ് ആപ്പ്, ഹാർട്ട്സ് ആപ്പ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒരു ട്രെയിനറിൻ്റെ അടുത്ത് പോയിട്ട് ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് എടുക്കാം. ഈ മൂന്നാമത് പറഞ്ഞാണ് ഏറ്റവും നല്ല വഴി. ഇൻഡിവിജ്വലായിട്ട് ട്രെയിനറെ സമീപിക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ട്രെയിനർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് സഹായം വേണമെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഈ ഡിസ്കഷനിൽ ശ്രദ്ധ എന്നുള്ള ആ പദത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞിരുന്നു. നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫസ്റ്റ് തോട്ട്, സ്പോൺസറിങ് തോട്ട് എന്ന കോൺവെർസേഷൻ വിത്ത് ഗോഡിൽ പറയുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നു, ശ്രദ്ധയാണ് ഒരു മനുഷ്യന്റെ നേച്ചറിനെ കാണിക്കുന്നത്. നമ്മുടെ ബേസിക് ഫൗണ്ടേഷൻ അത് കാണിക്കുന്നത് ഈ ശ്രദ്ധയാണ്. തോമസ് കുൻ എന്നുള്ള പ്രസിദ്ധനായിട്ടുള്ള ഫിസിസിസ്റ്റ് വളരെ കാലം മുമ്പ് 1962 പാരഡിം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. PARADIGM. പാരഡിം എന്ന് പറഞ്ഞാൽ എന്താണ്? അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിശ്വാസം. അവിടെയാണ് നമ്മൾ തങ്ങി നിൽക്കുന്നത്. അവിടെ നിന്നും നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല തരത്തിലുള്ള ആൾക്കാരുണ്ട്, പല വിശ്വാസങ്ങൾ. ചിലർ സയൻസിൽ വിശ്വസിക്കുന്ന ആൾക്കാർ, സയന്റിസ്റ്റ് എന്ന് പറയുന്നത്. ചിലർ റിലീജിയസ് ആണ്, ഈശ്വര വിശ്വാസം എന്ന് പറയുന്നത്. ചിലർ നിരീശ്വരവാദികളാണ്. ചിലർ കലയെ ഉപാസിക്കുന്നു. ഫിലോസഫേഴ്സ് ഉണ്ട്, കളിക്കാരുണ്ട്, പലതരത്തിലുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ എവിടെയാണ്? ഇതൊക്കെ ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്, ജാഗ്രത അവസ്ഥയിലാണ്. പക്ഷെ എല്ലാവരെയും അടിസ്ഥാനമായിട്ടുള്ള വിശ്വാസം എന്താണ്? എന്താണ് ഇപ്പോഴത്തെ പാരഡിം?
നമ്മുടെ ഈ ലോകമാണ് കറക്റ്റ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. പുറമേ കാണുന്ന ഈ ലോകമാണ് ശരി എന്നൊരു ചിന്തയുണ്ട്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് വേണം, എങ്കിൽ മാത്രമേ നമ്മളത് വിശ്വസിക്കുള്ളൂ. കലികാലം എന്ന് പറയും, കലിയുഗം, ഇന്ദ്രിയ തലത്തിൽ ജീവിക്കുന്ന ലോകം. അതായത് നമ്മുടെ റിസൾട്ട്സ് നമുക്ക് ഇവിടെ കാണാം, ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന രീതിയിൽ. ജീസസ് ക്രൈസ്റ്റ് ക്രൂസിഫിക്ഷൻ കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റപ്പോൾ പലരും വിശ്വസിച്ചില്ല, ശിഷ്യന്മാരെന്നെ വിശ്വസിച്ചില്ല. ഞാൻ കണ്ടാലേ വിശ്വസിക്കുള്ളൂ എന്ന് സെയിന്റ് തോമസ് പറഞ്ഞു. ചിലർ സ്പർശിച്ചാലേ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഈ ലോകത്തിലാണ് കണക്റ്റഡ്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ സ്വർഗരാജ്യം, അവിടേക്ക് കണക്ട് ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉടനെ റെക്കഗ്നൈസ് ചെയ്യുമായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സയന്റിസ്റ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, റിലീജിയസ് ആയിട്ട് ചിന്തിക്കുന്ന. അപ്പോൾ അവിടെ അവരുടേതായിട്ടുള്ള ദേവാലയങ്ങളുണ്ട്. മറ്റൊരുത്ത സയന്റിസ്റ്റ്, അവർക്ക് വേണ്ട കോൺഫറൻസ് ഹാളുകളുണ്ട്, അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, റിസർച്ച് ഉണ്ട്. റിസൾട്ട് വേണം. റിസൾട്ട് എവിടെയാണ്? പുറത്താണ്. ശരീരത്തിലെ രോഗങ്ങൾ മാറ്റുക, മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യം, പാരാമീറ്റേഴ്സ്. റിലീജിയസ് സമ്പ്രദായങ്ങളിലും ഈശ്വരന്റെ വിവരം കൊണ്ട് രോഗം മാറുക, ധനം ഉണ്ടാവുക, പദവിയിൽ പ്രൊമോഷൻ കിട്ടുക. അതിനുവേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, പൂജ ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനയുടെ ലിസ്റ്റ് നോക്കിയാൽ, വഴിപാടുകളുടെ ലിസ്റ്റ് നോക്കിയാൽ അറിയാം നമ്മൾ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അവിടെയും ഓബ്ജക്റ്റിവിറ്റിയാണ്. കലാകാരന്മാരും എന്ത് തരത്തിൽ കല ഉപാസിക്കുകയാണെങ്കിൽ അതിന്റെ ഡിവിഡൻഡ് വേണം, എത്ര പൈസ കിട്ടും. ഇല്ലെങ്കിൽ ഇങ്ങനെ പാടിയിട്ട് ഒരു കാര്യമില്ല. പലരും ഈ കലയുടെ പുറകെ പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു പ്രയോജനം ഉണ്ടാവില്ല എന്ന് പറയും. എന്റെ ജോലി ചെയ്യും, ഇപ്പൊ ഒരു ജോലി പാരലായിട്ട് കലയെ മാത്രം ഉപാസിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വളരെ 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 ത്യാഗരാജന്റെ പോലെ, സ്വാമി ത്യാഗരാജനെ പോലുള്ള ആൾക്കാർ. ഞങ്ങളുടെ പാട്ടുമാഷ് പറയാറുണ്ടായിരുന്നു, പാട്ട് എന്തിനാന്ന് പറഞ്ഞാൽ ഭക്തിക്ക് വേണ്ടിയിട്ടാണ്, ഈശ്വരനിലേക്ക് ഉയരാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. നമ്മൾ ആനന്ദത്തിൽ ഇരിക്കും എന്നിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തൂടെ വരുന്ന എന്തും സംഗീതമായി മാറും. സ്നേഹത്തിൽ ഉയർന്ന ഒരു വ്യക്തി എന്ത് പറയുമ്പോഴും അത് സംഗീതമാണ് നമ്മുടെ മനസ്സിന്. അപ്പൊ അതിനെയാണ് നമ്മൾ കല എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെയുള്ള രീതിയിലല്ല നമ്മൾ കാണുന്നത്. നമ്മളുടെ ലൈഫിൽ ഇപ്പോൾ ഭൗതികമായിട്ടുള്ള കാഴ്ചപ്പാടാണ് പഠിക്കുന്നതും എന്ത് കാര്യമായാലും എന്തെങ്കിലുമൊക്കെ ആവണം. അപ്പൊ അതുകൊണ്ടാണ് രാജ്യം വിട്ട് പലർത്തേക്കും ഓടുന്നത് ആൾക്കാർ, വേറെ സ്ഥലങ്ങളിൽ പോവുക, പല കാര്യങ്ങളും റിസർച്ച് ചെയ്യാൻ. പക്ഷെ അതൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. സുഖജീവിതം, സന്തോഷമായിട്ട് ജീവിക്കുക, ചൂടുണ്ടെങ്കിൽ AC വെക്കുക, യാത്ര ചെയ്യാൻ കാറുണ്ടാവുക, ഏറ്റവും ഡെവലപ്ഡ് കാറുണ്ടാവുക, ആരും ബുദ്ധിമുട്ടിക്കാതെ, ആരാലും ബുദ്ധിമുട്ടിക്കാതെ എവിടെയെങ്കിലും പോയി ഇരിക്കുക, ഇങ്ങനെയുള്ള കഥകൾ. കലാകാരന്മാർ, സിനിമ ആക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഭൗതികമായിട്ടുള്ള ഒബ്ജക്റ്റീവ് യൂണിവേഴ്സാണ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ പാരഡൈം, അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസം, ശ്രദ്ധ. ഇതൊരു ഷിഫ്റ്റ് വരേണ്ട ആവശ്യമാണ്. നമ്മളൊരു ട്രാഫിക് ബ്ലോക്കിലാണ്, ഇതൊരു കംഫോർട്ട് സോണാണ്. ഇത് അവസാനിക്കും എന്നുള്ളത് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അനുഭവിച്ചില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ വിശ്വരൂപ ദർശനം നടത്തിയപ്പോൾ അർജുനൻ ഭയപ്പെട്ടു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അർജുനൻ ഭയപ്പെട്ടത്? കാരണം അർജുനൻ ശരിക്കും മനസ്സിൽ സങ്കല്പിച്ച ഒരു ദൃശ്യമല്ല അവിടെ കാണുന്നത്. ഫ്യൂച്ചർ, നീ ആഗ്രഹിക്കുന്ന ഫ്യൂച്ചർ കാണുമെന്നാണ് ഭഗവാൻ അവിടെ പറയുന്നത്. അപ്പൊ ഓബ്ജക്റ്റീവ് യൂണിവേഴ്സിൽ നമ്മൾ കുടുങ്ങി കിടക്കും. നമുക്ക് ഒന്നെങ്കിൽ വല്ലാതെ അട്രാക്ഷൻ, ഉണ്ടെങ്കിൽ വല്ലാതെ ഭയം ഉണ്ടാവും. എനിക്കത് വേണ്ട, എനിക്ക് അങ്ങേ ഇതേ രൂപത്തിൽ തന്നെ കണ്ടാൽ മതി എന്ന് പറയും. അതായത് ഉണർന്നിരിക്കുന്ന ഒബ്ജക്റ്റീവ് യൂണിവേഴ്സ്, അതാണ് എനിക്ക് ഇഷ്ടം. അപ്പൊ ഇവിടെ നമുക്കൊരു പാരഡൈം ഷിഫ്റ്റ് ആവശ്യം. ശരിക്കുള്ള മാറ്റം എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഉള്ളിലാണ്. അപ്പൊ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഫെയ്ത്ത് മാറണം. അതാണ് ലെവൽ ഓഫ് കോൺഷ്യസിന്റെ മാറ്റം. അല്ലെങ്കിൽ നമ്മൾ സൈക്കിളിലാണ്, ഒരു സ്പെക്ട്രത്തിൽ നമ്മൾ കിടക്കുകയാണ്. പലതരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന അടിസ്ഥാനപരമായുള്ള പാരഡൈം ഒന്നാണ് കുമിള. അതിന് നമ്മൾ എക്സ്പാൻഡ് ചെയ്യും, അടുത്ത കുമിളയിലേക്കും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റേറ്റ് ഉണ്ട്. അതാണ് നമ്മൾ ആ ഒറിജിനൽ സ്റ്റേറ്റിന്റെ സ്മരണ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഇവിടെ കുടുങ്ങി പോകുന്നില്ല. അതാണ് നമ്മൾ വരുന്ന പാരഡൈം ഷിഫ്റ്റ്, ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക്. ഇപ്പൊ സയൻസ് ഒരു ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തോമസ് കുൻ പറയുന്നുണ്ട് നമ്മൾ ഈ ഷിഫ്റ്റ് ആവശ്യമുണ്ട്. സൈക്കോസൊമാറ്റിക് ഡിസീസസ് എന്നൊക്കെ മെഡിസിൻ വന്നത്, ശാരീരികമായുള്ള അസുഖത്തിന്റെ
മാനസികമായിട്ടുള്ള കാരണങ്ങൾ എന്നുള്ള ഇൻവെസ്റ്റിഗേഷൻ. പക്ഷെ അവിടെ ശരീരത്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. എനർജി, പ്രാണൻ ഉപയോഗിക്കുന്ന എനർജിയുടെ നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. മാനസികമായിട്ടുള്ള സമാധാനം കിട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? കൗൺസിലിംഗ് വേണ്ടി, പിന്നെ തിരിച്ചു വന്ന് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെയും ഒബ്ജക്റ്റീവ് നമ്മൾ ഉള്ളിൽ ഉയരുന്നുണ്ടോ എന്ന് മെഷർമെന്റ് നടത്താൻ നമുക്ക് പറ്റുന്നുണ്ടോ? മഹാത്മാഗാന്ധിജി ഈ തരത്തിൽ ചിന്തിച്ച ഒരു വളരെ റെയർ ആയിട്ട് ഒരു ശാസ്ത്രജ്ഞനാണെന്ന് പറയാം. അദ്ദേഹത്തെ അങ്ങനെ തിരിച്ചറിഞ്ഞില്ല. അങ്ങനത്തെ ഒരു റെയർ ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. സ്വദേശം എന്ന് പറഞ്ഞത് ഇതിനെ കുറിച്ചാണ്, സ്വരാജ്യം എന്ന് കുറിച്ച് ഇതിനെയാണ്. നമ്മുടെ ഉള്ളിലുള്ള സെൽഫ് ഡിപെൻഡൻസ് അല്ലാത്ത ഒരു പുറമേയുള്ള ഒരു ഇൻഡിപെൻഡൻസ് കൊണ്ട് കാര്യമില്ല. നിങ്ങൾ സെൽഫ് ഡിപെൻഡന്റ് അല്ലെങ്കിൽ ഈ കിട്ടുന്ന ഇൻഡിപെൻഡൻസിനെ നമ്മൾ പഴയ പോലെ തന്നെ ഉപയോഗിക്കും. മുമ്പേ എങ്ങനെ ഉപയോഗിച്ചിരുന്നത് അതുപോലെ തന്നെ ഉപയോഗിക്കും. പൈസയുടെ പുറകെ ഓടും, വയലൻസിലേക്ക് പോകും. പറഞ്ഞത് ശരിയല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ പാരഡൈം ഷിഫ്റ്റ് കൊണ്ട്, ഇതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്യൂർ നോളജിലേക്ക് ആണ്. പിന്നെയും നമ്മൾ അതിലേക്ക് തന്നെ വരികയാണ്. പ്യൂർ നോളജ്, സോഴ്സ്, ഇതിന്റെയൊക്കെ അപ്പുറം എല്ലാ തരത്തിലുള്ള ഈ ലെവൽസിലൂടെയും കടന്നു പോകുന്ന ഒരു സ്ട്രിങ് ഉണ്ട്. പ്യൂരിറ്റിയുടെ ഒരു സ്ട്രിങ് ഉണ്ട്, എസെൻസ് ഉണ്ട്. അതിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. സിംഗുലാരിറ്റീസിന്റെ ഒരു സ്ട്രിങ്, അത് നമ്മൾ കടന്നു പോകണ ഈ തരത്തിലുള്ള സൈക്കിൾസ് നമ്മൾ കുടുങ്ങി പോകുമ്പോൾ നമുക്ക് ഈസിയായി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഒരു പുതിയ അറിവ് കിട്ടുമ്പോൾ അതിനെങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാൻ നമുക്ക് പറ്റുന്നു, നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പുതിയത് കണ്ടുപിടുത്തം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു. തല്ലുപിടുത്തം ഉണ്ടാവില്ല. എല്ലാവരും ദർശനങ്ങളെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ തലത്തിലെത്താൻ സാധിക്കും. സമാധാനം എന്നുള്ളതാണ് അടുത്ത സ്റ്റേറ്റ്. ഷഡ്സമ്പത്തികളുടെ അടുത്ത സമാധാനം. സമാധാനം എന്നുള്ള സ്റ്റേറ്റിൽ എന്തായിരിക്കും? സമാധാനം എന്ന് പറഞ്ഞാൽ പല ലെവൽസാണ്. അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത സെഷനിൽ അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ചിന്തിക്കാം, ഡിസ്കസ് ചെയ്യാം. തൽക്കാലം വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം.